ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വീടും സ്ഥലവും ഇല്ലാതായി നിരാലംബരായ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പും നേതൃയോഗവും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര, സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് അമ്പലാറ്റിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, കോട്ടയം ജോണി, ജോയ് സി കാപ്പൻ, ബിജു കണിയാമല, ജെയ്സൺ മാത്യു, ജി ജഗദീഷ്, സോജോ പി സി, രമേശ് കെ ജി, സുരേഷ് തിരുവഞ്ചൂർ, സതീഷ് കോടിമത തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റായി ഷാജി തള്ളകം, ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി ബിജു തോട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് ബൈജു മാടപ്പാട്, ജനറൽ സെക്രട്ടറി ശശിധരൻ ചെറുവാണ്ടൂർ, ട്രഷറർ ബൈജു എം ജി എന്നിവരെ തെരഞ്ഞെടുത്തു. നിയോജകമണ്ഡല തലത്തിലും മണ്ഡല തലത്തിലും നമ്മുടെ ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ആളുകളെ ചെല്ലേണ്ടതുണ്ട്. ആ പരിപാടികൾ സജീവമായി സഹകരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി രൂപം കൊണ്ട് വളരെ പെട്ടെന്ന് ഉടൻ തന്നെ NDAയുടെ ഘടകകക്ഷിയായി എടുത്തുവെങ്കിൽ കേരള കോൺഗ്രസിന്റെ പ്രാധാന്യമാണ് അത്തരത്തിൽ പെട്ടെന്ന് നമ്മളെ മുന്നണിയിലേക്ക് എടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് സംശയിക്കില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഇവിടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ കാലവും UDF കാരനായി മാത്രം പ്രവർത്തിച്ചാണ്. UDF നിന്നപ്പോൾ ഒക്കെ നരേന്ദ്രമോദിയും BJPയെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ അല്ലെങ്കിൽ കേട്ടുപിടിച്ച ആളാണ് വളർന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 8 വർഷത്തെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണം, ആ ഭരണം കൊണ്ട് എത്തിക്കൊണ്ടായിരിക്കുന്ന നേട്ടങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ ഈ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ന് ഞാൻ പറയുന്നു, ഇന്ത്യയെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിൽ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് റബ്ബർ മേഖല വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇന്നലെ നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്ക് ആകെ ഒരു ആശ്വാസം. അവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടുത്തെ കുട്ടികളെ, അതോടൊപ്പം തന്നെ അവിടുത്തെ മുതിർന്ന ആളുകളെ മുഴുവൻ പേരെയും അദ്ദേഹം കണ്ട് അവരുടെ ഒരാളായി അദ്ദേഹത്തിന് മാറി. ഏത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആത്മവിശ്വാസവും തോന്നുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വികസന രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പിന്തുണയുമായി കേരള കോൺഗ്രസ് പാർട്ടി നമ്മളും കൂടി ഉണ്ടാവും എന്ന് ഈ പറയുന്നുള്ളൂ.